നിന്ന് പോലും തനിക്ക് വോട്ട് ലഭിക്കുമെന്ന കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ LDF സ്ഥാനാർത്ഥിയെ പാർട്ടിക്കാർക്ക് പോലും അറിയില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ എത്രത്തോളം പ്രതീക്ഷ UDF കേന്ദ്രങ്ങളിലുണ്ട് എന്നതാണ് നമ്മോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. ഈ അവസാന നിമിഷം പ്രതീക്ഷ എത്രത്തോളം? അവസാന നിമിഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% പ്രതീക്ഷയാണ്. ഞങ്ങൾ ഈ സീറ്റ് നിലനിർത്തും. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷം 40,438 അത് 1 ലക്ഷം കവിയും. അതുകൊണ്ട് 1 ലക്ഷം കവിയുന്ന ആളിന് പിന്നെ ആത്മവിശ്വാസക്കുറവ് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ സനാതന മൂല്യങ്ങൾ നിലനിർത്തണം. 1, പൗരത്വ നിയമം റദ്ദ് ചെയ്യണം. 2, ഏകീകൃതമായി സിവിൽ കോഡ് റദ്ദ് ചെയ്യണം. 2, ഈ പൗരത്വ നിയമത്തിൻ്റെ കാലത്ത് പിണറായി വിജയൻ സമരം ചെയ്തവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുള്ളി ഈ CAക്കെതിരെ പ്രസംഗിക്കുകയും സമരം ചെയ്യുന്നതിന് മൊത്തം കേസെടുത്ത് അകത്താക്കുകയും ചെയ്ത പാർട്ടിയാണ്. ഇരകളോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ ആത്മവിശ്വാസമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കറിയാം, കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇത്തവണ BJPയെ മലർത്തിയടിക്കാൻ പറ്റില്ല. 547 പാർലമെൻറ്റ് മണ്ഡലം ആകെ, അതിൽ 200-ലധികം സീറ്റുകളിൽ കൈപ്പത്തിയും BJPയും തമ്മിലാണ് മത്സരം. ഒരു സ്ഥലത്ത് പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കും, ഒരു സ്ഥലത്ത് വേമ്പൊടിക്ക് ഈ BJPയുടെ ചിഹ്നവും ഇവരുമായിട്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രവും താമരയായിട്ട് മത്സരമുണ്ടോ? പിന്നെ എങ്ങനെ ഇവർ BJPയെ തളയ്ക്കുന്നേ? BJPയെ തളയ്ക്കുന്നെങ്കിൽ അതിന് ആയുധം കൈ വേണ്ടേ? ആയുധം കയ്യിലിടാൻ എങ്ങനെയാണ് പിണറായി വിജയൻ അടരാടുന്നത്? അപ്പോൾ ഇതൊക്കെ ബഡായി അടിക്കുക. പിന്നെ ഇപ്പോൾ പിണറായി വിജയനെ നരേന്ദ്രമോദി ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യം അയാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, രാഹുൽ ഗാന്ധി അപമാനിക്കുക, അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക. ദിവസക്കൂലിയ അന്നന്ന് വന്ന് ശമ്പളം പറ്റിക്കോണം. അതുകൊണ്ട് മോള് പേടിക്കണ്ട, പുള്ളി പേടിക്കണ്ട. ED വരത്തില്ല, CA പിന്നെ NIA വരത്തില്ല. പുള്ളി വളരെ സേഫാണ്. 2 മുഖ്യമന്ത്രിമാരകത്ത് കിടക്കുമ്പോൾ വളരെ സേഫാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി. കാസർഗോഡ് ജില്ലയിലെ ഇടത് കേന്ദ്രങ്ങളിൽ നടക്കം കഴിഞ്ഞ തവണ UDFന് വോട്ട് ലഭിച്ചിരുന്നതായി, അവിടെ വോട്ട് LDFിൽ നിന്ന് ചോർന്നിരുന്നു. ആ ഒരു സാഹചര്യം ഇത്തവണ ഇല്ല. പാർട്ടി സെക്രട്ടറി തന്നെയാണ് മത്സരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എത്രത്തോളം ആശങ്കയുണ്ട്? ആ ഭാഗത്തുനിന്ന് കഴിഞ്ഞ തവണ കിട്ടിയതുപോലുള്ള വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്? പാർട്ടിക്കാർക്ക് പോലും പാർട്ടി സെക്രട്ടറി അറിയാത്ത അവസ്ഥയായി തെരഞ്ഞെടുപ്പിൽ. പാർട്ടിക്കാർ ചോദിക്കുന്നത് ഏതായി സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിയാകാൻ ഒരിക്കലും പാർട്ടി സെക്രട്ടറി യോഗ്യനാവണമെന്നില്ല. കഴിഞ്ഞവണ കാസർഗോഡ് ഇടതുപക്ഷ മുന്നണിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് സതീഷ് ചന്ദ്രൻ. അദ്ദേഹത്തെയാണ് ഞാൻ 40,000 തോൽപ്പിച്ചത്. അപ്പോൾ ഈ പുള്ളി ആ റേഞ്ചിലൊന്നും വരുത്തില്ല, മനസ്സിലായല്ലോ. ആ റേറ്റിംഗ് ഒന്നും പുള്ളിക്കില്ല. അത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയി ചോദിച്ചോ, അവർ പറയും ഈ പുള്ളിയെക്കുറിച്ച്. ഇടത് കേന്ദ്രങ്ങളിൽ നടക്കം കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കും എന്നൊരു ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങളിലുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പങ്കുവെക്കുന്നത്. ഷെഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.